എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലായി. എൻ്റെ പേര് ജോയ് ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് തമ്പലക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക. 23 വർഷമായി ഞാൻ ആത്മീയ മേഖലയിൽ ശുശ്രൂഷ ചെയ്ത് പോരുന്നു. ഏതാണ്ട് ഒരു 15 വർഷക്കാലത്തോളം ഫാദർ സെബാസ്റ്റ്യൻ വെച്ചക്കുരടച്ചൻ്റെ കൂടെ മദ്യപാനികൾക്കും ജയിൽ പുള്ളിക്കുമൊക്കെ വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്തു. ഇപ്പോൾ വെൺമണിയിൽ മോറിയ ധ്യാന കേന്ദ്രം നടത്തുന്ന ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിലച്ചൻ്റെ കൂടെയും ചങ്ങനാശ്ശേരി രൂപതയിൽ ഫാദർ ടോം കളപ്പരിക്കൽ എന്നച്ഛൻ്റെ ധ്യാന ടീമിലുമായിട്ട് ശുശ്രൂഷ ചെയ്തു പോരുകയാണ്. ശാലോം ടിവിയുടെ എൻ്റെ നല്ലയമ്മ എന്ന പ്രോഗ്രാമിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാക്ഷിയായി അല്പസമയം നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. കാഞ്ഞിരപ്പള്ളി ഈ കത്തീഡ്രൽ പള്ളിയുടെ പഴയകാല ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ് പൊയ്യമുക്കിൽ. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിക്ക് മുമ്പിലുള്ള ഗ്രോട്ടോ ഇരിക്കുന്ന ആ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വീണത്. പൊയ്യമുക്കിൽ കുഞ്ഞപ്പൻ്റെയും ത്രേസ്യാമ്മയുടെയും 6ാമത്തെ മകനായി ജനിച്ചു. എൻ്റെ 5ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ പോറ്റമ്മയായി വരുന്നത് അപ്പൻ്റെ അമ്മയായ വല്യമ്മച്ചിയാണ്. ഞങ്ങൾ 7 മക്കളായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് രാവിലെ ഉണരുക. എങ്കിലും പുതപ്പ് മൂടിപ്പിടിച്ച് കിടക്കും ആ 8 വയസ്സുകാരൻ. അപ്പോൾ ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നേർത്ത് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. വല്യമ്മച്ചി പള്ളിയിൽ പോയതാ. വല്യമ്മച്ചി പള്ളിയിൽ പോയിച്ച് വരുമ്പോൾ എഴുന്നേറ്റാൽ മതി. വല്യമ്മച്ചി വന്ന് കയറുമ്പോഴും ആ നന്മ നിറഞ്ഞ മറിയമേ സ്ഫുടമായി കേൾക്കുമ്പോൾ തലയിലെ പുതപ്പ് മാറ്റി എഴുന്നേക്കും. ഓർമ്മ വെച്ച നാളെ തൊട്ട് കാഞ്ഞിരപ്പള്ളി അക്കരയമ്മ പഴയ പള്ളിയിലെ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തിയ ഒരു ജീവിതമാണ് എൻ്റേത്. 68ാമത്തെ വയസ്സിൻ്റെ സായാഹ്നത്തിൽ നിൽക്കുമ്പോഴും 8ാമത്തെ വയസ്സിൽ പഴയ പള്ളിയിൽ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന അമ്മയുടെ രൂപവും അമ്മയുടെ തലയ്ക്ക് മുകളിൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്ന കർത്താവിൻ്റെ പടവും കാണുമ്പോൾ ഹൃദയത്തിലൊന്ന് കൊള്ളും. മാതാവിൻ്റെ വേദന ഉള്ളിൽ സ്വീകരിച്ച ആ വ്യാകുല മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അമ്മയിൽ നിന്നാണ്, വല്യമ്മച്ചയിൽ നിന്നാണ് ഈ മാതാവിലേക്ക് തിരിയുവാനുള്ള കൃപ കിട്ടും. 8ാമത്തെ വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ എല്ലാ 8 നോയമ്പിനും പഴയ പള്ളിയോട് ചുറ്റും മുട്ടേ നീന്തി. 33ാമത്തെ വയസ്സിൽ 2 മുട്ടും കുപ്പിച്ചില്ലുകൊണ്ട് യാദൃച്ഛ്യമായി മുറിഞ്ഞതിന് ശേഷമാണ് മുട്ടനീന്തൽ നിർത്തിയത്. ഇന്നും ആ 8 നോയമ്പ് 68ാമത്തെ വയസ്സിലും തുടരുകയാണ്. ആ 8 നോയമ്പ് എനിക്ക് 3 മക്കളും ഭാര്യയുമുണ്ട്. അവരെല്ലാവരും ആ 8 നോയമ്പ് ഇന്നും പരിപാലിക്കുകയും ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്ന മക്കളെങ്കിലും 8 നോയമ്പിന് പഴയ പള്ളിയിൽ വരും. മക്കളെ അടിമ വെക്കും. ആ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുക്കുന്നു. ഇന്നോളം എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിലും നൊമ്പരങ്ങളിലും എല്ലാം മാതാവ് ഒരു വലിയ തണൽ വൃക്ഷമായി, ഒരു വലിയ സഹായമായി, വലിയൊരു കൂട്ടായി ഇന്നോളം അമ്മ എന്നെ വഴി നടത്തുന്നു. നമുക്കൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ജപമാല എന്ന് പറയുന്നത് ഒരിക്കലും ഒരാഭരണമല്ല, ഇതൊരു വലിയൊരു ശക്തി കേന്ദ്രമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിലെ ശുശ്രൂഷയുടെ പ്രതിസന്ധികൾ, ശുശ്രൂഷ രംഗങ്ങളിൽ ഒക്കെയും മാതാവാണ് എന്നെ ഇന്നുവരെയും വഴി നടത്തിയത്. എന്നെ വചനം പഠിപ്പിച്ചത് മാതാവാണ്. ശുശ്രൂഷയിൽ സഹായിച്ചത് മാതാവാണ്. ഞാൻ 1992 നവംബറിൽ ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം 3 വർഷക്കാലം കഴിഞ്ഞ് ശുശ്രൂഷ ചെയ്യാൻ, അതായത് വചനം പ്രഘോഷിക്കാനൊക്കെ ഒരാഗ്രഹം തോന്നിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് തോമസ് പോളിൻ്റെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുക, തോമസ് പോളിൻ്റെ ധ്യാനം കൂടുക. അന്ന് രാത്രിയിലിരുന്ന് കൊന്ത ചൊല്ലിയിട്ട് മാതാവിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? 6 മാസക്കാലം പോയി ഞാൻ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ കുടുംബം പട്ടിണിയാകണ്ടേ? മാതാവ് എനിക്ക് തോന്നിച്ചതാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യം, ക്രിസ്തുവിൽ നിന്നുള്ള അഭിഷേകം നിങ്ങളിൽ നിന്നും നിലനിൽക്കുന്നു.
ആ അഭിഷേകം നിലനിൽക്കുന്നുണ്ട്. മറ്റാരും നിങ്ങളെ ഒന്നും പഠിപ്പിക്കണ്ട. നിങ്ങളിൽ നിൽക്കുന്ന നിങ്ങളുടെ അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വചനം പഠിപ്പിച്ചത്. മാതാവാണ് എന്നെ പഠിപ്പിച്ചതെന്ന് വ്യക്തമായി എടുത്തു പറയാനൊരു കാരണമുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം 24-ാം വാക്യത്തിൽ ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ മോശയെ കർത്താവിൻ്റെ ആത്മാവ് കൊല്ലുവാൻ ഒരുങ്ങി എന്നുള്ളൊരു വചനം ഞാൻ ഒരിക്കൽ കണ്ടു. എന്തേ ഈജിപ്തിലേക്ക് പറഞ്ഞു വിട്ട കർത്താവ്, അത്ഭുതം പ്രവർത്തിക്കാൻ വടി കൊടുത്തു വിട്ട കർത്താവ് മോശയെ കൊല്ലുവാൻ ഒരുങ്ങി. 1.5 വർഷക്കാലം ഞാൻ ആ വചനം മനസ്സിലിട്ടു. പക്ഷെ ഒരു പകല് പഴയ പള്ളിയിലിരുന്ന് അക്കരപ്പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് പറഞ്ഞു, അബ്രാഹവും ദൈവവുമായുള്ള ഉടമ്പടി വായിച്ചു നോക്കാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മോശയുടെ മക്കളെ പരിച്ഛേദനം ചെയ്യാഞ്ഞതുകൊണ്ടാണ് അങ്ങനൊരു കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അതിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വചനം പഠിപ്പിച്ചു. എവിടെ ശുശ്രൂഷയ്ക്ക് പോകാൻ ഒരുങ്ങിയിരുന്നാലും എന്ത് ചെയ്യാൻ ഒരുങ്ങിയിരുന്നാലും മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ വചനം ശുശ്രൂഷ ചെയ്യാൻ പോവുക. ഒരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ബൈബിൾ എടുത്തു വെച്ച് പേപ്പറും എടുത്തു വെച്ച് കുറിച്ചുകൊണ്ട് പോകാറില്ല. ബൈബിൾ എടുത്തു വെച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ഉദരത്തിലാണ് ഈ വചനം ജനിച്ചത്. മാതാവിൻ്റെ ഹൃദയത്തിലാണ് ഈ വചനം സംഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ട് മാതാവ് കൂടിയുണ്ടെങ്കിൽ ഈ വചനം പറയുവാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു, മദ്യപാനിയായ ഒരു മനുഷ്യൻ വയലൻ്റായി വീട്ടിലുള്ള ഭാര്യയെ തല്ലി തല പൊട്ടിച്ചു, മക്കളെ എല്ലാം അടിച്ചു. അയാൾ വെട്ടുകത്തിയുമായിട്ട് ഇരിക്കുമ്പോഴാണ് മകൻ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചേട്ടാ ഇവിടം വരെ ഒന്ന് വരാവോ? സമയം രാത്രി 11 മണി. ഞാൻ പറഞ്ഞു, വരാം മോനെ, വാഹനം അയക്കണം. ജീപ്പ് വരുന്നത് വരെ ഞാൻ മുട്ടയെ കുത്തിക്കുന്ന എൻ്റെ വീട്ടിലൊരു മെഴുകുതിരി കത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ എരുമേലിയാണ് താമസിക്കുന്നത്. ജീപ്പിൽ കയറി അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആ ഗൃഹനാഥൻ ആരോഗ്യതടകാത്തനായ വലിയൊരു മനുഷ്യൻ ചമ്പ്രക്കുടുക്കിയിട്ട് സോഫാ സെറ്റിയിലിരിക്കുന്ന, അടുത്ത് വെട്ടുകത്തി ഇരിപ്പുണ്ട്, കമ്പിവടി ഇരിപ്പുണ്ട്, അതുകൂടാതെ മറ്റെന്തോ ഒരായുധം മുള്ളു പോലുള്ളതും ഇരിപ്പുണ്ട്. ഞാൻ കയറി ചെന്നത് കൊന്തയും പിടിച്ചുകൊണ്ടാണ്. എനിക്കറിയാം ആ മനുഷ്യനെ. എന്നെ കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് ചോദിച്ചേട്ടനോ, അദ്ദേഹം കൈ നീട്ടി ഞാൻ ആ കൊന്ത വലത് കൈയിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിയേ ഭാര്യ, വീട്ടമ്മ എന്തിയേ? അകത്ത് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു, ഒന്ന് വിളിച്ചേ. ഉടനെ പുള്ളി പേരെടുത്ത് വിളിച്ച് ഇറങ്ങി വന്നത് തല പൊട്ടി രക്തമൊഴിക്കുന്ന ഭാര്യയെ കണ്ടുകൊണ്ട്. എന്ത് പറ്റിയിട്ട് നിൻ്റെ തലയ്ക്ക്? അയ്യോ വീണത്, അവാടി ആശുപത്രിയിൽ പോകാം. പെട്ടെന്ന് മക്കളെ കൂട്ടി ആശുപത്രിയിൽ കൊണ്ടുവിട്ട് കുറച്ച് കഴിഞ്ഞവൻ പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആശുപത്രിയിൽ ചെന്ന് കണ്ട്. അന്നുകൊണ്ട് ആ മനുഷ്യൻ മദ്യപാനം നിർത്തിയത് മാതാവിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. മറ്റൊരിക്കൽ എന്നെ വിളിക്കുന്നത്, മാനസിക രോഗി വയലൻ്റായി നിൽക്കുന്നു, ചോദിച്ചേട്ടൻ ഇവിടെ വരെ വരാവോ? അന്ന് എനിക്കൊരു സമ്മാനമായിട്ട് ചങ്ങനാശ്ശേരിക്കാരൻ ഒരാൾ തന്നിരുന്നു, ഒരു വെള്ളി കെട്ടിയ ഒരു കൊന്ത. ആ കൊന്തയുമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുക. ഞാൻ ചെല്ലുമ്പോൾ ദേഹം മുഴുവൻ എണ്ണ തേച്ച് അരകല്ലും പിള്ളയുമായിട്ട് നിൽക്കുന്ന ഒരു മാനസിക രോഗി, നല്ല തടിയനായൊരു വലിയ മനുഷ്യൻ, മുഴുകാൻ താടിയൊക്കെ വെച്ച് എന്നെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുക, ചോദിച്ചേട്ടൻ എന്തിനാ ഈ കോലം കാണാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോയി കുളിച്ചിട്ട് വന്ന് ഞാനും ആ മനുഷ്യനുമായിട്ട് മുഖാമുഖം ഇരുന്നു. ഏതാണ്ട് 11 മണിക്ക് ഞങ്ങളിരുന്ന് ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരം അദ്ദേഹം നിർത്തുന്ന 3 മണിക്കാണ്. 3 മണിയായപ്പം അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട്, അയ്യോ ചോദിച്ചേട്ടാ 3 മണിയായല്ലോ, ചോദിച്ചേട്ടൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ലോ. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ടിരുന്നു. മനസ്സിൽ മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചു. 3 മണിയായപ്പോൾ സംസാരം നിർത്തിയ ആളിനോട് ഞാൻ ചോദിച്ചു, 11 മണി തൊട്ട് 3 മണി വരെ നിർത്താതെ ഒരാൾ സംസാരിക്കേണ്ട ആളിനൊരു കുഴപ്പമില്ലേ? ഉണ്ട് ചോദിച്ചേട്ടാ. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ആശുപത്രിയിൽ പോകാൻ ചോദിച്ചേട്ടാ. എൻ്റെ കൂടെ വണ്ടിയിൽ കയറി ചെറുക്കട ആശുപത്രിയിൽ കൊണ്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തത് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന പരിശുദ്ധ അമ്മയോടുള്ള ഒരൊറ്റ പ്രാർത്ഥനയിലാണ് ആ മനുഷ്യനെ അവിടെ എത്തിക്കാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവിടെയൊക്കെയും എന്നെ സഹായിച്ചത് മാതാവ് ഒരാൾ മാത്രമാണ്. എവിടെ? വലിയ വലിയ കൺവെൻഷനുകളിൽ പോലും പ്രസംഗിക്കുവാൻ ഞാൻ ഏറ്റവും വലിയ കൺവെൻഷനിൽ പ്രസംഗിച്ചത് മലബാറിലെ കുടിയാൻമല കൺവെൻഷനിലാണ്. രാവിലത്തെ സെക്ഷനിൽ 45,000 പേര്, ഉച്ച കഴിഞ്ഞത്തെ സെക്ഷനിൽ 45,000. അന്നും ഞാൻ വേദപുസ്തകം എടുത്തു വെച്ച് മറിച്ച് നോക്കി കുറിച്ചില്ല. 3 വർഷക്കാലം ബൈബിൾ ഞാൻ പഠിച്ചു വീട്ടിലിരുന്ന് മാതാവിൻ്റെ സഹായത്തോടെ. പിന്നീട് ഞാൻ കൊന്ത ചൊല്ലിയിട്ട് ഏത് സ്റ്റേജിലും കയറുമ്പോൾ എൻ്റെ മനസ്സ് ശൂന്യമായിരിക്കും, പക്ഷേ മൈക്ക് കയ്യിലെടുക്കുമ്പോൾ എൻ്റെ അമ്മ എന്നിലൂടെ സംസാരിക്കും. അത് ജനങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിലൂടെയാണ് ഞാൻ ഇന്നോളം പോവുക. വല്യമ്മച്ചിയിൽ നിന്ന് കിട്ടിയ മാതാവിനോടുള്ള ഭക്തി ജീവിതത്തിലെങ്ങും താങ്ങും തണലുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വീഴുമായിരുന്നു കൂടെ. എങ്കിലും മാതാവ് ബലപ്പെടുത്തും. തലേദിവസം വീണ് 2 മുട്ടയിലും തൊലി പോയാണ് കിടക്കുന്നതെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ സാധിക്കുമായിരുന്നു. നടന്നാ പോവുക. 5 വയസ്സിൽ പോളിയോ വന്ന് തളർന്നു വന്ന കാലുമായിട്ട് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ നടന്ന് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയാണ് ഞാൻ പഠിച്ചത്.
യൗവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരാഗ്രഹം ഉണ്ടാകുന്ന ഒരു ജീവിത പങ്കാളി വേണം. പക്ഷേ മുടന്തൻ ആര് പെണ്ണ് തരും? ചട്ടുകാലിനെ കല്യാണം കഴിക്കാൻ ആര് തയ്യാറാകും? മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു ജീവിത പങ്കാളിയെ തരണം. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് 21-ാമത്തെ വയസ്സിൽ കടന്നു വന്നത് മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. എല്ലാ സമയങ്ങളിലും ജപമാല ചൊല്ലി മാത്രം മാതാവിനോട് തൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ജീവിത പങ്കാളിയോട് ചേർന്നാണ് ജീവിതം ആരംഭിച്ചത്. ആ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിൽ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും തകർച്ചകളും ദാരിദ്ര്യങ്ങളും ഒക്കെ വന്നപ്പോഴും ഒന്നും തകർന്നു പോകാതെ തളർന്നു പോകാതെ കാത്തു സൂക്ഷിച്ചത് അക്കരയമ്മയാണ്. 1992 നവംബർ മാസം 22-ാം തീയതി ഡിവൈൻ ധ്യാനത്തിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് പോകാൻ കാരണം പോളിയോ വന്ന് തളർന്നു പോയ കാലിൻ്റെ വലതുകാൽപ്പത്തിയിൽ ഒരു മുറിവുണ്ടായിട്ട് 8 വർഷം കരിയാതിരിക്കുകയും അത് ക്യാൻസർ ആണെന്ന് ഒരു ഡോക്ടർ പ്രഖ്യാപിക്കുകയും കാല് മുറിച്ച് കളയാൻ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് എൻ്റെ ഭാര്യയോട് നിർബന്ധത്തിലാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ഞാൻ ധ്യാനം കൂടി മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയിൽ കടന്നു വരിക. പിന്നീട് ജീവിതം ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞ് ഒറ്റയ്ക്കായിട്ട് മദ്യപാനികളെ തേടിയും മാനസിക രോഗികളെ തേടിയും ജയിൽ പുള്ളികളെ തേടിയും ഒക്കെ ഒറ്റയ്ക്ക് കുറേ കാലം നടന്നു. അതിനുശേഷം വെച്ചുക്കരട്ടച്ചൻ്റെ കൂടെ 10-15 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. ഈ കാലഘട്ടങ്ങളിൽ തമ്പുരാൻ എനിക്ക് 3 മക്കളെ തന്നു. മൂത്തത് പെൺകുട്ടി, രണ്ടാമത്തേത് ആൺകുട്ടി, മൂന്നാമത്തേത് പെൺകുട്ടി. മൂത്ത മകളുടെ കല്യാണം, ഒരു പുതിയ വീട് വെപ്പ്, ഇങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ മാതാവിൻ്റെ കൈകളിൽ പിടിച്ച് പ്രാർത്ഥിച്ച് മകന് വിദേശത്ത് ജോലി കിട്ടുക. അവൻ വിദേശത്ത് പോയി ജോലി ചെയ്തു. ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അവൻ കല്യാണം കഴിച്ചു. അവന് ഒരു കുട്ടിയായി. അങ്ങനെ അവർ ഗൾഫിൽ പോയപ്പോഴാണ് ഒരു സമയത്ത് ഒരു ദിവസം അവൻ എന്നെ വിളിച്ച് പറയുക. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവൻ എന്നെ വിളിച്ച് പറയുക. അതെ, ശരിയാണ്. അവൻ്റെ മകൾക്ക് 3-4 വയസ്സുള്ള സമയത്ത് വിളിച്ച് പറയുന്നു, ചാച്ചാ അവനുമൊക്കെ പനിയാണ്, പനി വന്നാൽ അവൻ്റെ നീല നിറത്തിലേക്ക് മാറുകയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ചികിത്സ പറ്റില്ലെന്ന് കൊച്ചിനെയും കൊണ്ട് ഞാൻ വരികയാണ്. അപ്പോൾ എറണാകുളത്ത് വെണ്ണല പള്ളിയിൽ അന്ന് ധ്യാനം നടത്താൻ പോകുമ്പോഴാണ്, വണ്ടിയിലിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കൊന്തയല്ലി പ്രാർത്ഥിക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആരാധനയുടെ മുമ്പിൽ കൊന്തയല്ലി പ്രാർത്ഥിച്ച് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കൊച്ചിൻ്റെ പേർക്ക് ചീട്ടെടുത്തു. രാത്രിയിൽ അവൻ ഫ്ലൈറ്റിൽ കൊച്ചുമായിട്ട് വന്ന് കൊച്ചിനെ അവിടേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. 3 ദിവസം ആശുപത്രി, 3-4 ദിവസം കിടന്ന് ചികിത്സ. അതിനുശേഷം ഇന്നുവരെയും നമുക്ക് പനിയുണ്ടായിട്ടില്ല. ഇന്നും അവന് പഴയ പള്ളിയിൽ മക്കളെയും കൊണ്ട് പോവുകയും അടിമ വെക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അതിനുശേഷമാണ് ഗൾഫിൽ വെച്ച് പെട്ടെന്ന് അവൻ്റെ ജോലി നഷ്ടപ്പെടുക. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, പെരപണിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഞാൻ ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ എടുത്തത് അറിഞ്ഞാൽ അവരെന്നെ കയറ്റി വിടില്ല, എൻ്റെ ഭാര്യയും മക്കളെയും തലയ്ക്കൽ കയറ്റി വിട്ടു, അതുകൊണ്ട് ചാച്ചൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, പഴയ പള്ളിയിൽ പോയിരുന്നു. ഈജിപ്തിലേക്ക് നിൻ്റെ മകനുമായിട്ട് കടന്നുപോയപ്പോൾ ഹെറോദോസിൻ്റെ വാളിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കൾ പിടിക്കപ്പെടാതിരിക്കാൻ നീ ഒരു ഉറാല കൊണ്ട് നിൻ്റെ മോനെ തോളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചില്ലേ, അതുപോലെ എൻ്റെ മകനെ സൂക്ഷിക്കണം. ഒരിക്കലും അവരറിയരുത്. പണം കൊടുക്കാനുള്ളത് കൊടുക്കാം, ഇവിടെ വന്ന് സ്ഥലമോ വീടോ ഒക്കെ വിറ്റ് കടം വീട്ടിക്കൊള്ളാം, പക്ഷെ അവിടെ വെച്ച് അവൻ പിടിക്കപ്പെടാനിടയാകാതെ അവനെ സംരക്ഷിച്ച് ഇവിടെ കൊണ്ട് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന, ആ നിലവിളി, കുടുംബമായിട്ടുള്ള പ്രാർത്ഥന, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഇളയ മോളും ദൂരെ ആയിരിക്കുന്ന മൂത്ത മകളും ഒക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വലിയ കരുത്തിലാണ് എൻ്റെ മകന് ഒരു ആപത്തും കൂടാതെ തിരിച്ച് നാട്ടിൽ വരികയും സ്ഥലവും വീടും ഒക്കെ വിറ്റ് കടം വീട്ടി ഇപ്പോൾ തമ്പലക്കാട്ടേൻ്റെ അടുത്ത് തന്നെ അവന് ബേക്കറിയൊക്കെ നടത്തി അവനവിടെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ കൃപയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ മൂത്ത സഹോദരി പെട്ടെന്ന് രോഗമായിട്ട് കോട്ടയത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവസാനത്തെ കൂതാശ വരെ ഡോക്ടർമാർ പറഞ്ഞ് കൊടുത്തേക്കാൻ. പക്ഷേ എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നെപ്പോഴും ഓർക്കുന്ന പെങ്ങളുടെ 2 പെൺമക്കൾ, അവർ കയ്യിൽ കൊന്തയൂറ്റിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ചോദിച്ചാൽ ഞങ്ങളുടെ അമ്മ മരിക്കില്ല, ഞങ്ങളുടെ അമ്മ മരിക്കില്ല, ഞങ്ങളുടെ അമ്മ കരയമ്മയുടെ അടുത്ത് വന്ന് കുർബാനയ്ക്ക് വന്നിരിക്കും എന്ന് പറഞ്ഞു. എല്ലാവരും കുടുംബമായിട്ട്, ഞങ്ങൾ 7 സഹോദരങ്ങളാണ്, 4 ആണും 3 പെണ്ണും, എല്ലാവരും കുടുംബമായിട്ട് കൊച്ചുമക്കൾ ഉൾപ്പെടെ ആ അമ്മയ്ക്ക് വേണ്ടി, പെണ്ണമ്മ എന്ന് പറയുന്ന എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കല്ലുകുളത്തെ കുഞ്ഞച്ചൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന എൻ്റെ പെങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏതാണ്ട് 1 മാസത്തെ ചികിത്സയോടെ എൻ്റെ പെങ്ങൾ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി തിരിച്ചു വന്ന് ഇന്ന് വീട്ടിലിരിക്കുന്നത്, മക്കളോടും ഭർത്താവിനോടും കൂടി അവർ ജീവിക്കുന്നത് മാതാവിൻ്റെ വലിയൊരു കൃപയാണ്, വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മ അത് വിളിച്ചാൽ വിളി കേൾക്കും, അത് കൂടെ വരും, കൂടെ നടക്കും. ഞാൻ വല്ലപ്പോഴും മിക്കവാറും ഒക്കെ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ മുന്നിലിരിക്കുന്ന കഞ്ഞി നോക്കി പാടാറുണ്ട്. മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ. ജീവിതത്തിൽ ദാരിദ്ര്യം വന്നാലും രോഗം വന്നാലും
തകർച്ചയും തളർച്ചയും പ്രതിസന്ധികളും അപവാദവും കേട്ടാലും അവിടെയൊക്കെ പിടിക്കാനുള്ളത് ഈ ജപമാല ഒന്ന് മാത്രമാണ്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞാൽ അവൾ മുമ്പിൽ വന്ന് കൈകൂപ്പി നിൽക്കും. ഇടത്തെ കൈ കൊണ്ട് തോളത്ത് കൈ പിടിച്ചിട്ട് പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ അമ്മയുടെ അനുഗ്രഹം, ആ കൃപ, അതിലാണ് ഇന്നോളം ഈ മുടന്തനായ മനുഷ്യൻ ജീവിക്കുക. എത്രയോ സ്ഥലങ്ങളിൽ വലിയ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരു വചനം പറയുന്നിടത്ത് പോയി നിന്നിട്ട് ഒന്നുമില്ലാത്തവനാ, എടുത്തു പറയാനൊന്നുമില്ല. പഴമയോ പാരമ്പര്യമോ വിദ്യാഭ്യാസ യോഗ്യതയോ സമുദായത്തിലെ സ്ഥാനങ്ങളോ ഒന്നും പറയാനില്ലെങ്കിലും ഏത് സ്റ്റേജിൽ എവിടെ കയറി നിന്നിരുന്നാലും ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഒരു പള്ളിയിൽ ആന്തരിക സൗഖ്യ ആരാധന നടത്തണം. എനിക്ക് പരിചയമില്ല ആന്തരിക സൗഖ്യ ആരാധന നടത്താൻ. ഒരു പുതിയ ധ്യാനഗുരുവിൻ്റെ കൂടെ എന്നോട് പറഞ്ഞ ആന്തരിക സൗഖ്യ ആരാധന നടത്ത്, 1 മണിക്കൂർ സമയമുണ്ട് എന്ന് പറഞ്ഞ് മൈക്ക് അച്ഛൻ എൻ്റെ കയ്യിൽ തന്നിട്ട് കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛൻ മാറിപ്പോയി. ഞാൻ നിലത്തൊന്ന് കുമ്പിട്ടിട്ട് പറഞ്ഞു, മാതാവേ, എലിസബത്തിൻ്റെ വീട്ടിൽ അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ എലിസബത്തിൻ്റെ ആന്തരിക സൗഖ്യത്തിലാണ് യോഹന്നാൻ ഉദരത്തിൽ കുതിച്ചു ചാടുക. ഈ ആന്തരിക സൗഖ്യ ആരാധനയ്ക്ക് അമ്മ എൻ്റെ കൂടെ നിൽക്കണം. അച്ഛൻ പറഞ്ഞിട്ട് പോയി 5 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള മദ്യപാനത്തിലേക്ക് വീണിട്ട് മാനസാന്തരപ്പെടുന്ന ഒരു യുവാവിൻ്റെ ജീവിതം വേണം അവതരിപ്പിക്കാൻ ആന്തരിക സൗഖ്യത്തിൽ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാതാവെല്ലാം പറഞ്ഞു തന്നു. ആരാധന കഴിഞ്ഞ് കൊമ്പിട്ട് കിടന്നിട്ട് ഞാൻ പതുക്കെ തലപൊക്കി പുറകോട്ട് നോക്കുമ്പോൾ ആ ഇടവകയിലെ സർവ്വജനങ്ങളും കുമ്പിട്ട് കിടന്ന് കരയുക. പരിശുദ്ധ അമ്മ ശുശ്രൂഷയിൽ ഉടനീളം എന്നെ സഹായിച്ചു. ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ, പാവപ്പെട്ട ബേക്കറിക്കാരൻ, പാവപ്പെട്ട ബേക്കറി പണിക്കാരനെ ഭജനം പഠിപ്പിച്ച് ശുശ്രൂഷയിൽ ഉടനീളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ, ദുബൈ രാജ്യത്ത്, അവിടെ എല്ലാം മാതാവാണ് എന്നെ കൊണ്ടുപോയത്. ഇപ്പോഴും ഓർക്കും, ദുബൈ ചെന്ന് എയർപോർട്ടിൽ ചെന്നിറങ്ങുക, ഷാർജ എയർപോർട്ടിൽ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് അവിടുന്ന് പോലീസുകാർ വന്നിട്ട് പറഞ്ഞ് വീൽ ചെയറിൽ പോകാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എക്സർസൈസാണ്, നടന്നോളാമെന്ന് ഇംഗ്ലീഷിൽ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒരു കൗണ്ടറിൽ ചെന്ന ഉടനെ കണ്ണിൻ്റെ പരിശോധന, അവർ അറബിയിൽ എന്ത് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോഴും ഓർക്കുന്നു, പിങ്ക് കളറുള്ള ഒരു ഫുൾ സൂട്ടിട്ട് ഒരു വെളുത്ത പെൺകുട്ടി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന പേപ്പർ മൊത്തം മേടിച്ചു. എൻ്റെ കൂടെ എറണാകുളംകാരൻ കണ്ടത്തിൽ വർഗീസുണ്ട്, ബ്രദർ. ആ വർഗീസ് ബ്രദറിനെ പേപ്പർ മേടിച്ചിട്ട് ആ പെൺകുട്ടി കൊണ്ട് നടന്ന് എല്ലാ കൗണ്ടറിലെയും കാര്യങ്ങൾ ക്രമീകരിച്ച് ലിഫ്റ്റിൽ കയറ്റി, ഈ കറങ്ങുന്ന ആ സാധനത്തിൽ എനിക്ക് കയറത്തില്ല, കാല് വയ്യാത്തതുകൊണ്ട് ലിഫ്റ്റിൽ കയറ്റി ഒരു സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, അപ്പച്ചനെ ഇവിടെ ഇരുന്നോളാൻ. മാതാവല്ലേ ആ പെൺകുച്ചനെ പറഞ്ഞു വിട്ടത്. ഞങ്ങൾക്ക് വേണ്ടി ആരെയും ശുപാർശപ്പെടുത്തിയില്ലെന്ന് അവിടെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ. പക്ഷേ ആ പെൺകുട്ടി വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ല. ദുബൈയിൽ ചെന്നിട്ട് ആരെങ്കിലും തന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ റിട്ടേൺ ടിക്കറ്റ് കിട്ടുകയുള്ളൂ. അവിടെ എല്ലാം പെൺകുട്ടിയെ അയച്ചത് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഒരൊറ്റ സഹായമാണെന്ന്. ദുബൈ 15 ദിവസം അവിടെ പോയി താമസിച്ചത് പെനുവേലമ്മാനുവൽ ആശ്രമത്തിലെ സാമ്പത്തിക പാരലീകരണത്തിന് വേണ്ടിയാണ്. അന്നൊക്കെ സഹായിച്ചത് മാതാവാണ്. ഇതിനിടയ്ക്കാണ് ഞാൻ വേളാങ്കണ്ണിക്ക് ഒരിക്കൽ പോയി. അത്രയും ദൂരം എനിക്ക് നടക്കാൻ പറ്റുമോ? എന്നിട്ടും നടന്ന് മാതാവിൻ്റെ സന്നിധിയിൽ പോയിരുന്നു. ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണി മാതാവിനെ ഒന്ന് കാണുക. വേറെ ഏത് മാതാവ് അടുത്തുള്ളത് കാണാൻ? അക്കരയമ്മ കഴിഞ്ഞാൽ പിന്നുള്ളത്. ഇനി വേളാങ്കണ്ണിയിൽ ഒരിക്കൽ പോയി, ബസ്സിൽ പോയി, അവിടെ പോയി ഭാര്യയും കൂട്ടിക്കൊണ്ട് ഞാൻ അവിടെ പോയി മാതാവിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം സത്യമാണ്, പരിശുദ്ധ ഇന്നും ജീവിക്കുന്നു. കത്തോലിക്ക സഭയെ നിലനിർത്തുവാൻ പുരോഹിതരെയും സമർപ്പിതരെയും അൽമായരെയും ഓരോ കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതാർക്കും നിഷേധിക്കാനാവില്ല. എൻ്റെ നല്ല അമ്മ എന്ന് പറയുന്നത് ഒരു എപ്പിസോഡിൻ്റെ പേരല്ല, അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കടന്നു വെച്ച അനശ്വരമായൊരു വചനമാണത്, എൻ്റെ നല്ല അമ്മ. ശുശ്രൂഷയുടെ പുണ്യവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദുഃഖത്തിലും വേദനയിലും അനുഭവപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളെ കണ്ടെത്താറുണ്ട്. കൺവെൻഷനുകളേക്കാൾ പള്ളി പ്രസംഗങ്ങളെക്കാട്ടിൽ കൂടുതൽ ഞാൻ ഒരുപാട് ഭവനങ്ങളിൽ സന്ദർശിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ആ ഭവനത്തിൽ ചെല്ലും ഞാൻ. അങ്ങനെ വിട്ടുമാറാത്ത ദാരിദ്ര്യം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചാലും മാറാത്ത ദാരിദ്ര്യം, രോഗം മാറാത്ത വീടുകൾ, ഭിന്നതയും കലഹവും തീരാത്ത വീടുകൾ, എത്ര സ്നേഹം പ്രകടിപ്പിച്ചാലും അത് മനസ്സിലാകാത്ത ഭവനങ്ങളോട് 2 കാര്യമേ പറയാറുള്ളൂ. 1, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഒരാൾ പങ്കെടുക്കുക. 2, മാതാവിനോട് ഭക്തിയുള്ളവരായിത്തീരുക. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതൻ്റെ ഉള്ളങ്കാൽ യോർദാൻ നദിയിൽ സ്പർശിക്കപ്പെടുമ്പോൾ നദി 2ആയി പിളരുകയും ഉണങ്ങി ഒരു വഴി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. വാഗ്ദാന പേടകമെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ബോധ്യമനുസരിച്ച് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം.
വാഗ്ദാന പേടകത്തിലുള്ളത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, മന്ന നിറച്ച പൊൻകനസവും അഹറോൻ്റെ പുഷ്പിച്ച വടിയും കൽപ്പനകൾ എഴുതിയ 2 കൽപ്പനകൾ. ഇത് 3 സമന്വയിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലാണെങ്കിൽ ഈ തമ്പുരാനെ ഉദരത്തിൽ വഹിച്ചത് മാതാവാണ്. അപ്പോൾ മാതാവാണ് യഥാർത്ഥ വാഗ്ദാന പേടകമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ മാതാവിനോട് ചേർന്നാൽ ഒരു ഭവനത്തിലെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് പറയാറുണ്ട്, ഒന്നുകിലും മാതാവിൻ്റെ ഒരു രൂപം അല്ലെ മാതാവിൻ്റെ ഒരു ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ടൊരു വെള്ളത്തുണിയൊക്കെ വിരിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിശുദ്ധമായിട്ട് പ്രതിഷ്ഠിക്കുക. എല്ലാ ദിവസവും പുതിയ പുഷ്പങ്ങൾ മുറ്റത്തോ അങ്ങനെ തൊടിയിലോ എവിടെയെങ്കിലും കാണും, പറിച്ച് മാതാവിന് മുമ്പിൽ വെച്ചിട്ട് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ശരിയാണ്. സന്ധ്യയ്ക്ക് കുരിശ് വരയെന്ന് പറയുന്നത് കത്തോലിക്കൻ്റെ ജീവിതത്തിലെ അഭിവാജ്യ ഒരു ഘടകമാണ്. അതല്ല, അത് അനുഷ്ഠാനമായി മാറിയിരിക്കുന്നു ഇന്ന്. കുരിശ് വര സീരിയൽ തീരുന്നതിന് മുമ്പും തുടങ്ങുന്നതിന് മുമ്പും ഒക്കെ ചൊല്ലി അങ്ങ് തീർത്ത് കളയുക. അതിനപ്പുറത്ത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, രാത്രിയും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കുവാൻ കാളവിലംബം വരുത്തുമോ? ഒരിക്കലുമില്ല, നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ കുടുംബത്തിലെ ഒരംഗം, വീട്ടമ്മയാകട്ടെ, എല്ലാ പണികളും ഒതുക്കിയിട്ട് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗ്ഗത്തോളം എത്തും. മദ്യപാനിയുടെ വിടുതലിന് വേണ്ടി, ദാരിദ്ര്യം മാറാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എത്രയോ കുടുംബങ്ങൾ ഇന്ന് അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നു. തൊടുവഴിയിലും കുമളിയിലും പിന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ പോയി ചെന്നാൽ ഇതുപോലുള്ള കുടുംബങ്ങളെ കാണാം. അവരൊക്കെ പറയാറൊരു കാര്യമുണ്ട്, യോയിച്ചേട്ടൻ പറഞ്ഞു തന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ടിട്ട് പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ വന്ന് കയറുമ്പോൾ എൻ്റെ കൂടെ ഈശോ ഉണ്ട്. കല്ലറയ്ക്കലച്ചൻ എഴുതിയില്ലേ വാ വാ യേശുനാഥ എന്നുള്ള പാട്ട്, ആ പാട്ട് സത്യമാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറും. ആ രീതിയിൽ ശുശ്രൂഷകൾ നടത്തി പോകുമ്പോഴാണ് ഞാൻ ഒരു ദിവസം വീഴുക. ഒരു 10 അടി ഉയരത്തിൽ നിന്ന്, അന്ന് മുട്ടിന് കൈ കൊടുത്ത് നടക്കത്തേ ഉള്ളൂ, 10 അടി ഉയരത്തിൽ ഞാൻ താഴേക്ക് വീണപ്പോൾ എനിക്ക് മനസ്സിലായി, വീഴ്ചയിൽ മാതാവേ എന്നൊരു വിളി വിളിച്ച് ഞാൻ എൻ്റെ ഈ വലതുവശം വയ്യാത്ത കാലിൻ്റെ ആ വശം അടിച്ച് ഞാൻ വീണിടത്ത് കിടന്നുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചത് എൻ്റെ ഭാര്യയാണ്. മേരിക്കുട്ടി മേരിക്കുട്ടി എന്ന് പറഞ്ഞു ഓടി വന്നു. മേരിക്കുട്ടി വന്ന് എന്നെ താങ്ങിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ കാല് പൊക്കി പിടിക്കാൻ. അങ്ങനെ മേരിക്കുട്ടി കാല് പൊക്കി പിടിച്ച് തോളിൽ കൈയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ കട്ടിലിൽ കയറി ഒരു കസേരയിൽ കാല് പൊക്കി വെച്ച് പച്ചവെള്ളം ഒഴിച്ച് എൻ്റെ ഭാര്യ തിരുമ്മിയപ്പോഴാണ് എൻ്റെ ഫോണിൽ ഒരു ബെല്ലടിക്കുന്നത്. അപ്പോൾ ഫോൺ കേടാ, ടച്ച് പോയി നിൽക്കുക, അങ്ങോട്ട് വിളിക്കത്തില്ല. എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു, ബ്രദർ എവിടെ, വീട്ടിലുണ്ടോ, എനിക്ക് വന്നൊന്ന് കാണണമല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ പ്രോഗ്രാം 2 ദിവസത്തേക്കുണ്ട്, വീണു, ഇനി പോകാൻ പറ്റില്ല. വീട്ടുകാരത്തിയോട് പറഞ്ഞ് ടച്ച് ശരിയാക്കിക്കൊണ്ട് പെട്ടെന്ന് കാഞ്ഞിരപ്പള്ളിയിൽ പോയിട്ട് വരിക, അതുവരെ ഞാൻ തന്നെ ഇവിടെ ഇരുന്നോളാം. അതെ, ഒരു 10, 18, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് ഒരു കൊന്ത, അതൊരിക്കലും മാറ്റാറില്ല. പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഞാൻ ഈ കൊന്ത പോക്കറ്റിലിട്ടിട്ടേ പോവുള്ളൂ. വൈകിട്ട് കിടക്കാൻ നേരത്ത് കഴുത്തിലിട്ടേ കിടക്കുകയുള്ളൂ. കൊന്ത എൻ്റെ ജീവിതത്തിൽ നവീകരണത്തിൽ വന്നതിന് ശേഷം ഒരു അവിഭാജ്യ ഘടകമാണ്. ആ കൊന്ത വിട്ടുള്ള ഒരു ശുശ്രൂഷയും എനിക്കില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്നിരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രദറെ ആശുപത്രി പോകണം മോനെ, പൈസ വല്ലതും ഉണ്ട്. നമ്മൾ ഇവിടെ 1000 രൂപ ഇരിപ്പുണ്ട്, അത് പോരല്ലോ. ആ ചെറുപ്പക്കാരൻ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് കെട്ടെടുത്തിട്ട് 1, 2, 3, 4, 5, 6, 7 വരെ എണ്ണിയപ്പോൾ ഞാൻ പറഞ്ഞു മതി നിർത്ത്, എനിക്ക് തരാനാണെങ്കിൽ 7000 രൂപ എൻ്റെ ഈ തന്നിട്ട് പറഞ്ഞു, പിന്നെ ചേച്ചി വന്നാൽ ഉടനെ ചേച്ചി അമ്മയും കൂട്ടി വീട്ടിൽ പോകണം, ആശുപത്രി പോകണം കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരൻ്റെ 2ാമത്തെ മകൻ വന്നു, അവനെ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് എന്നെ കൂടെ കൂട്ടി ആശുപത്രി കൊണ്ടാക്കി. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയുന്നു, കാനായിലെ ഭവനത്തിലെ വീഞ്ഞ് തീർന്നപ്പോൾ തൻ്റെ മകൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയാണെങ്കിൽ ആ അമ്മ വീഴുന്ന എന്നെ കണ്ടു. എൻ്റെ വീഴ്ചയും എൻ്റെ ഇല്ലായ്മയും കണ്ട് മാതാവിൻ്റെ കൂടെ നിന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായും പൊൻകുന്നം കൊപ്രാക്കള ആശുപത്രി, ജോൺ ഡോക്ടറുടെ ആശുപത്രി ഡിസ്ചാർജായും നല്ലൊരു എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാം, തോമസ് മത്തായി ഡോക്ടറെ കാണിച്ചു. കോട്ടയത്തെ മാതാ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന, ഇന്നും എനിക്ക് താങ്ങായി നിൽക്കുന്ന കൂട്ടിക്കാരൻ ജോസ് ബ്രദറിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ മോനെ നമ്മൾ ആശുപത്രി പോയി പൈസ ഉണ്ടാകുന്നത്? അത് കർത്താവ് തരും, മാതാവ് സഹായിക്കും. കർത്താവ് തരും, മാതാവ് സഹായിക്കും. അതെ, മാതാ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നെ അഡ്മിറ്റ് ചെയ്തു. ഏപ്രിൽ മാസത്തിൽ ഏതാണ്ടിരിക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 or 17-ാം തീയതി കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്തിറങ്ങുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ചിലവായി. ആര് കൊടുത്തു, എവിടെ നിന്ന് പറഞ്ഞു? എല്ലാം മാതാവ് ഒന്നേ പറഞ്ഞുള്ളൂ, അവൻ പറയുന്നത് ചെയ്യുക. അവർ വെള്ളം കോരി നിറച്ചതേ ഉള്ളത് വീഞ്ഞായി മാറി. അവിടെ നിന്നാണ് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരു 6-7 മാസത്തേക്ക് ഞാൻ എങ്ങും പോയിട്ടില്ല. പക്ഷേ എണ്ണമൊന്നും എനിക്ക് പറയാനറിയില്ല. എപ്പോഴും ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു.
മാതാവിനോട് പ്രാർത്ഥിക്കും ഞാൻ. അതെത്ര കൊന്തയ്ക്ക് ഞാൻ എണ്ണമെടുക്കാറില്ല. ഒരിക്കലും പിന്നെ അപ്പന് കൊടുക്കുന്നതിനോ അമ്മയ്ക്ക് കൊടുക്കുന്നതിനോ മക്കൾ എണ്ണാറില്ലല്ലോ. അപ്പൻ എന്ത് ആവശ്യമുണ്ടോ അത് മക്കൾ കൊടുക്കുന്നത് പോലെ, മക്കൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് അമ്മ കൊടുക്കുന്നത് പോലെ ഒരിക്കലും കൊന്തയ്ക്ക് എണ്ണം ഞാൻ എടുത്തിട്ടില്ല. ആ കൊന്ത ചൊല്ലി രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് മാതാവിനോട് ബിച്ചുകുരട്ടച്ചൻ പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്. നിത്യസഹായ മാതാവേ നിത്യവും ഞങ്ങളെ കാത്തിടണേ, ഒരുപാടു നൊമ്പരം പേറി വരും തനയരെ ഇന്നു നീ കാക്കേണമേ. ബിച്ചുകുരട്ടച്ചൻ എഴുതിയ പാട്ടാ. ഓർക്കുമ്പോൾ അതൊക്കെ പാടും. അതുപോലെ വീണ്ടും പാടി, കാനായിലന്നു നീ ചെന്നതുപോലെ ഏഴയൻ ഭവനത്തിൽ വന്നിടണേ. 1 വർഷം കഴിഞ്ഞു ഞാൻ വീണിട്ട്. ഒരിടത്തും ഞാൻ ജോലിക്ക് പോയില്ല, ഒരു ബാങ്ക് ബാലൻസും എൻ്റെ ഇല്ല. പക്ഷേ ഏലിയാടയിൽ അപ്പം കൊടുത്തു വിട്ടത് കർത്താവാണെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഇന്ന് വരെയുള്ള ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. ഒരു വാഹനം പോലും കിട്ടാത്ത വ്യവസ്ഥ. പക്ഷേ മാതാവാണതൊക്കെ. എന്നും മാതാവിനോട് കൊന്തയില്ലി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെ വാഹനവുമായിട്ട് കൊടുത്തയച്ചത് ഈ ശുശ്രൂഷയിൽ എന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം പോലും, ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം പോലും ഈ പരിശുദ്ധ അമ്മയുടെ സഹായത്താലാണ് ഈ ശുശ്രൂഷ പൂർത്തിയാക്കുവാനും ഇതിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴി